ഹലോ ഫ്രണ്ട്സ്, ടെക്നോഫാസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ഫോണായ വിവോ V40e പോർട്രേറ്റ് സോ പ്രോ മൊബൈൽ ഫോണിനെ പറ്റിയാണ്. വിവോ ഇറക്കിയിരിക്കുന്ന ഈ ഏറ്റവും പുതിയ ഫോൺ 5G ഫോണാണ്. മീഡിയാടെക് ഡൈംസിറ്റി 7300 ചിപ്സെറ്റോട് കൂടിയ അൾട്രാ സിമ്മായ സൂപ്പർ സ്മൂത്തായ ഒരു മൊബൈൽ ഫോണാണിത്. ഇതൊരു 4nm പ്രോസസ്സറാണ്. 50% കൂടുതലായ ഡൈനാമിക് റേഞ്ച് ഓഫ് 4K HDR റെക്കോർഡിങ്ങോട് കൂടിയ മികച്ച പ്രോസസ്സറോട് കൂടിയ മികച്ച ഫോണാണിത്. എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത കോംപ്രിഹെൻസീവ് കുഷ്യൻ സ്ട്രക്ചറാണ്. കയ്യിൽ നിന്ന് താഴെ വീണാലും പൊട്ടിച്ചെതറിപ്പോകുമെന്ന് പേടിക്കേണ്ട. ഈ കുഷ്യൻ സ്ട്രക്ചറിന്റെ പ്രത്യേകത കൊണ്ടുകൊണ്ട് ഡ്രോപ്പ് ചെയ്താലും കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഫോണിനെ അത് സംരക്ഷിക്കും. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫോണാണ് വിവോ ഇറക്കിയിരിക്കുന്നത്. വിവോയുടെ V40eക്ക് 70 പരം റിഗറസായ ടെസ്റ്റിലൂടെ ഗ്യാരണ്ടിയുള്ള പെർഫോമൻസോടുകൂടിയാണ് ഈ ഫോൺ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ഈ 70 ടെസ്റ്റുകളിൽ ചിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100 തവണ 1 മീറ്റർ ഹൈയിൽ നിന്ന് ഡ്രോപ്പ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. 32,000 തവണ സിമുലേറ്റിംഗ് ഡെസ്ക്, ബെഡ്, സോഫ അവിടങ്ങളിലെല്ലാം ഡ്രോപ്സ് ചെയ്ത് അത് പരീക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ 10,000 തവണ പ്ലഗ് ആൻഡ് അൺപ്ലഗ് ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. 1000 തവണ സിറ്റിംഗ് പ്രഷർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. 500 തവണ ടോറിസൺ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. 1,50,000 തവണ പവർ ബട്ടൺ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. കൂടാതെ കോസ്റ്റൽ ഹൈ ഹ്യൂമിഡിറ്റിയിൽ 72 മണിക്കൂർ സൂക്ഷിച്ച് ഹ്യൂമിഡിറ്റി ടെസ്റ്റും നടത്തിയിട്ടുണ്ട്. കൂടാതെ -20°C തുടങ്ങി 50° വരെ ടെമ്പറേച്ചർ ടെസ്റ്റും ഈ ഫോണിൽ പാസ്സായാണ്. ഇങ്ങനെ പലതരത്തിലുള്ള 70 പരം ടെസ്റ്റുകൾ പാസ്സായാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ക്വാളിറ്റിയെ സംബന്ധിച്ച് നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇനി റാം നോക്കിക്കഴിഞ്ഞാൽ 8GB റാം പ്ലസ് 8GB എക്സ്റ്റൻഡഡ് റാമും കിട്ടി. 16GB റാം നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ മെമ്മറിയും 256GB മെമ്മറിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് വേണ്ടപ്പെട്ട വീഡിയോസും ഫോട്ടോസും മ്യൂസിക്കും എല്ലാത്തരം ആപ്പുകളും സൂക്ഷിക്കുവാനുള്ള സൗകര്യവും ഓപ്പറേറ്റ് ചെയ്യാനുള്ള റാമും ഈ ഫോണിന് ആവശ്യത്തിലധികം ഉണ്ട്. ഇനി പറയാവുന്ന മറ്റൊരു കാര്യം, ഈ ഫോണിന് വരുന്നത് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ്. സോണിക് എക്സ്പീരിയൻസോട് കൂടിയ പവർഫുള്ളായ 300% വരെ മാക്സിമം വോളിയം കിട്ടുന്ന ഗെയിമിലായിക്കോട്ടെ മ്യൂസിക്കിലായിക്കോട്ടെ മികച്ച സൗണ്ട് ക്വാളിറ്റിയോടുകൂടി സംഗീതം ആസ്വദിക്കാൻ സഹായിക്കുന്ന മികച്ച ക്ലോസ്ഡ് ബോക്സ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതുകൂടാതെ എടുത്തു പറയുന്ന അടുത്തൊരു കാര്യം AI പവേർഡ് കണക്ടിവിറ്റിയാണ്. 360° ഒമിനി ഡയറക്ഷണൽ ആൻറ്റിനയോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. അതുകൊണ്ട് AI സൂപ്പർ ലിങ്ക് കണക്ടിവിറ്റിയാണ് ഈ ആൻറ്റിന നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്കായ സിഗ്നൽ ആണെങ്കിലും ഏറ്റവും മികച്ച രീതിയിലുള്ള കണക്ടിവിറ്റി അതുകൊണ്ട് നമുക്ക് ഈ ഫോണിൽ ലഭിക്കും. കൂടാതെ AI ഫാസ്റ്റ് നെറ്റ്വർക്ക് സെലക്ഷൻ ഓപ്ഷനും ഉണ്ട്. ഈ നെറ്റ്വർക്ക് സെലക്ഷൻ AI സഹായത്തോടു കൂടി തന്നെ ഇൻ്റലിജൻ്റ് ഏത് നെറ്റ്വർക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കണ്ടുകൊണ്ട് ഓട്ടോമാറ്റിക്കലായി ആ നെറ്റ്വർക്കിലേക്ക് സ്വിച്ച് ആകുകയും വേഗത്തിൽ കണക്റ്റ് ആകുകയും നമുക്ക് കോൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഈ ഫോണിന് കൊടുത്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തുള്ള ഫൺ ടച്ച് OS ആണ്. പിന്നീട് പറയാവുന്ന വേറൊരു പ്രത്യേകത സ്ക്രീൻ ഓൺ ഓഫ് അനിമേഷനാണ്. മികച്ച രീതിയിലുള്ള ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡോട് കൂടിയ മികച്ചൊരു അനിമേഷൻ സ്ക്രീൻ ഓൺ ആക്കുമ്പോഴും ഓഫാക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം ഡൈനാമിക് ലൈറ്റ് എഫക്റ്റോട് കൂടി നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം ഫോണിൽ കാണിച്ചു തരുന്ന ഡൈനാമിക് ലൈറ്റ് എഫക്റ്റോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഫോണിൽ ഈ ഡൈനാമിക് എഫക്റ്റ് കൊണ്ട് റിതമാറ്റിക്കായ ഗ്ലോ കാണിച്ചു തരികയും ഇൻകമിംഗ് ആയിരുന്നാലും മെസ്സേജ് ആയിരുന്നാലും ഫോട്ടോസ് ആണെങ്കിലും നമുക്കെല്ലാം നോട്ടിഫൈ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ക്യാമറയിലേക്ക് പോകുമ്പോഴും മികച്ച ക്യാമറ സെറ്റിംഗ് ആണ് ഈ ഫോണിനുള്ളത്. ഫ്രണ്ട് ക്യാമറയായി വരുന്നത് 50 MB IAF ഗ്രൂപ്പ് സെൽഫി ക്യാമറയാണ്. മികച്ച
ഒരു ക്യാമറയാണത്. കൂടാതെ റെയർ ക്യാമറയായി വരുന്ന 2 ക്യാമറയാണ് 50 MB സോണി പ്രൊഫഷണൽ നൈറ്റ് പോർട്രേറ്റ് ക്യാമറയും അതോടൊപ്പം 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കൊടുത്തിരിക്കുന്നു. ഈ ഫോണിൻ്റെ സോണിയുടെ പ്രൊഫഷണൽ നൈറ്റ് പോർട്രേറ്റ് ക്യാമറ ഉപയോഗിച്ച് ലോ ലൈറ്റിലും മികച്ച ക്ലാരിറ്റിയുള്ള പിക്ചർ എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് വിവോ അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ വിവോ അവകാശപ്പെടുന്ന അടുത്തൊരു കാര്യം, സ്റ്റുഡിയോ ക്വാളിറ്റി അയൂറ ലൈറ്റാണ് V40 കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കിളിലുള്ള ഈ ലൈറ്റ് ഉപയോഗിച്ച് മികച്ച ഷോട്ട് എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് വിവോ അവകാശപ്പെടുന്നത്. കൂടാതെ പല രീതിയിലുള്ള സ്മാർട്ട് കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റും കൂൾ ആൻഡ് വാം ലൈറ്റ് എഫക്റ്റും ഒരുപാട് ക്യാമറ സെറ്റപ്പ് ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. അതുപയോഗിച്ച് ഫോട്ടോ എഡിറ്റ് ചെയ്യുവാനും വീഡിയോ 4K ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യുവാനും ഈ ക്യാമറകൾ നമ്മളെ സഹായിക്കും. വീഡിയോയും ഫോട്ടോയും എഡിറ്റ് ചെയ്യാൻ വേണ്ടി AI പോർട്രേറ്റ് സൂട്ട് എന്ന രീതിയിൽ ഒരുപാട് സെറ്റിങ്ങോട് കൂടിയ എഡിറ്റിംഗ് ഓപ്ഷൻ ഈ ഫോണിലുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്ത ഫോട്ടോസോ വീഡിയോസോ എഡിറ്റ് ചെയ്യുവാനും എൻഹാൻസ് ചെയ്യുവാനും കൂടുതൽ ക്ലിയറായ 4K റെസൊല്യൂഷനോടുകൂടി നമുക്ക് എടുക്കുവാനും ഉപയോഗിക്കാനും സാധിക്കും. എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, എഫോർട്ട്ലെസ്സായിട്ട് വ്ളോഗ് ക്രിയേറ്റേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ രീതിയിലുള്ള ഒരു സെറ്റപ്പ് മൂവി ക്രിയേറ്റർ മോഡ് ഈ ഫോണിലുണ്ട്. അതുപയോഗിച്ച് നമുക്ക് സ്റ്റണ്ണിങ് എഫക്റ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ വീഡിയോസ് ഷൂട്ട് ചെയ്തെടുക്കുവാൻ കഴിയും. അങ്ങനെ മികച്ച ഒരു ക്യാമറ ഫോണായിട്ട് വിവോ ഈ ഫോണിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ 2 കളറിലാണ് ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. റോയൽ ബ്രോൺസും മിൻറ്റ് ഗ്രീൻ, ഈ 2 നിറങ്ങളിൽ നമുക്ക് ഈ ഫോൺ മേടിക്കാൻ കഴിയും. ഫോണിന്റെ ഭാരം വരുന്നത് വെറും 183 ഗ്രാം മാത്രമാണ്. തിക്നെസ് വരുന്നത് 0.749 സെന്റിമീറ്റർ തിക്നെസ് മാത്രമേ ഈ ഫോണിനുള്ളൂ. ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ എടുത്തു പറയുന്ന അടുത്ത കാര്യം, അൾട്രാ ലക്സസ് ആയ ക്യാമറ മുകളിൽ ഡിസൈനാണ്. ഗ്ലാസിനകത്ത് 2 ക്യാമറയും താഴെ അയൂറ ലൈറ്റും കൊടുത്തിരിക്കുന്നു. കൂടാതെ ഫ്ലാഷ് ലൈറ്റും സൈഡിൽ നമുക്ക് കാണാം. അൾട്രാ സ്ലിമായ 3D കർവ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. ലൈറ്റ് വെയ്റ്റും സ്റ്റൈലിഷുമാണ്. അതോടൊപ്പം തന്നെ 120 Hz റീഫ്രഷ് റേറ്റോട് കൂടിയ 6.77 ഇഞ്ച് മികച്ച ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. സ്ലിം ആണെന്ന് മാത്രമല്ല, എന്നാൽ സാധാരണ 5000 mAh ബാറ്ററിക്ക് പകരം 5500 mAh ബാറ്ററിയോടുകൂടി ലൈറ്റ് വെയ്റ്റായി തന്നെ പവർഫുള്ളായ മികച്ച ഫോൺ തന്നെയാണ് വിവോ V40 ഇറക്കിയിരിക്കുന്നത്. ഇങ്ങനെ എടുത്തു പറയാവുന്ന ഒരുപാട് സവിശേഷതകളോടുകൂടിയാണ് ഈ ഫോൺ ലോഞ്ചായിരിക്കുന്നത്. സോണിയുടെ പ്രൊഫഷണൽ നൈറ്റ് പോർട്രേറ്റ് ക്യാമറ, ഹൈബ്രിഡ് ഇമേജ് സ്റ്റെബിലൈസേഷൻ സംവിധാനത്തോടുകൂടി അൾട്രാ സ്റ്റേബിളായ 4K വീഡിയോ എടുക്കുവാനുള്ള സൗകര്യം, കൂടാതെ സ്റ്റുഡിയോ ക്വാളിറ്റി അയൂറ ലൈറ്റ് പോർട്രേറ്റ് എടുക്കുവാനുള്ള ലൈറ്റിംഗ് സൗകര്യം, ഫ്ലാഷിനോടൊപ്പം അയൂറ ലൈറ്റോട് കൂടി മികച്ച ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യം, ഏറ്റവും സ്ലിമ്മസ് ആയ സ്മാർട്ട് ഫോൺ ആണെങ്കിലും 5500 mAh ബാറ്ററി, കൂടാതെ 80 വാട്ടിന്റെ ഫ്ലാഷ് ചാർജ് സൗകര്യം, അൾട്രാ സിം 3D കർവ്ഡ് ഡിസ്പ്ലേയോട് കൂടി ഏറ്റവും മികച്ച ഒരു ഫോൺ തന്നെയാണ് വിവോയുടെ V40. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അടുത്ത പുതിയ മൊബൈലിൻ്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year